നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് മാതൃത്വം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കോയമ്പത്തൂർ സോമനാഥപുരം എന്ന സ്ഥലത്തൊരു ട്രാഫിക് പോലീസ് കോൺസ്റ്റബിളായിരുന്നു ശെൽവരാജ്. സന്തോഷമുള്ള ഒരു കൊച്ചു കുടുംബത്തിലെ ഏക അത്താണിയായിരുന്നു അദ്ദേഹം. അന്നും രാവിലെ പതിവ് പോലെ ജോലിക്ക് പോയതാണ്. രാവിലെ പ്രതിപക്ഷ സംഘടനയുടെ ഒരു പിക്കറ്റിങ്ങും മീറ്റിങ്ങുമെല്ലാം സോമനാഥപുരത്ത് ഉണ്ടായിരുന്നു. ധാരാളം പേർ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ചെറിയ സംഘർഷത്തെ തുടർന്ന് റോഡ് ബ്ലോക്കായി. തുടർന്ന് പോലീസ് അടിയന്തരമായി ഇടപെട്ടു. അതേ തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടി. കണ്ണീർ വാതകം പ്രയോഗിച്ച നാട്ടുകാരുടെ അതിക്രമം പോലീസ് നേരിട്ടു. അതിനിടയിൽ പ്രതീക്ഷിക്കാതെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നാട്ടുബോംബ് ഏറുണ്ടായി. കുറേ അധികം പേർക്ക് ഗുരുതര പരിക്കുകളുണ്ടായി. പോലീസ് കോൺസ്റ്റബിൾ സെൽവരാജ് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി തന്നെ മരണത്തിന് കീഴടങ്ങി. വളരെ സത്യസന്ധനും സർവീസിൽ ബഹുമതികളും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം. ഒരു പ്രത്യേക സമുദായത്തിൽ ഉൾപ്പെട്ട കുറേ യുവാക്കളാണ് ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നതെന്ന് ആരോപിച്ച് അവിടെ പ്രശ്നങ്ങൾ ആകെ മൂർധന്യാവസ്ഥയിൽ ആയി. മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിശ്വാസമില്ലായ്മ വർദ്ധിച്ചു. കൊലപാതകത്തിന് പിന്നാലെ എതിർ സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചു. മതാധിഷ്ഠിത ആക്രമണം, കടകൾ തീവെക്കൽ, വീടുകൾ തകർക്കൽ തുടങ്ങി പലതരത്തിൽ ആരംഭിച്ചു. തുടർന്ന് പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടന്നു. പ്രാണരക്ഷാർത്ഥം ആളുകൾ വീടുകൾ തോറും അഭയം തേടി. പൊതുജന ജീവിതമാകെ കലുഷിതമായി. നഗരത്തിൽ പെട്ടെന്ന് അടിയന്തരാവസ്ഥ പോലെയുള്ള സ്ഥിതിഗതികൾ ഉണ്ടായി. ഒരു സമുദായക്കാരുടെ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞുപിടിച്ച ആക്രമണങ്ങൾ നടന്നു. പെട്ടെന്ന് അത് നിയന്ത്രണം വിട്ട് വലിയ കലാപമായി മാറി. ഒരു കൊലപാതകം, തുടർന്നുള്ള ഒരു തെറ്റായ പ്രതികരണം, ആക്രമണം ഇവ ഒരു നഗരത്തെ തീർത്തും അസ്ഥിരമാക്കി. ഈ സംഭവത്തിൽ രാഷ്ട്രീയ, മത, സാമൂഹിക ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ തെരുവുകളിലേക്ക് ഇറങ്ങി ഓടി. അക്രമകാരികൾ മതം നോക്കി കുട്ടികളുടെ പിറകെ കൂടി. പെട്ടെന്ന് കുറേ ആയുധധാരികൾ ഒരു 10 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറു ബാലൻ്റെ പിറകെ കൂടി. അവൻ കരഞ്ഞുകൊണ്ട് അടുത്തുള്ളൊരു വീട്ടിലേക്ക് ഓടിക്കയറി. അക്രമികൾ പിറകെയും. കരച്ചിൽ കേട്ട് ആ വീട്ടിലെ വീട്ടമ്മ ഓടി വന്ന കുട്ടിയെ പൂണ്ടടങ്ങും കെട്ടിപ്പിടിച്ചു. ആയുധങ്ങളുമായി വന്ന അക്രമികൾ അവനെ പിടിച്ചു വലിച്ചു വെട്ടാൻ ശ്രമിച്ചു. പക്ഷേ ആ അമ്മ അവർക്ക് നേരെ ആക്രോശിച്ചു. കുട്ടിയെ തൊട്ടുപോകരുത്, നിങ്ങൾ എന്നെ ആദ്യം കൊല്ലൂ. ഇന്ന് മരിച്ച സെൽവരാജ് എൻ്റെ ഭർത്താവാണ്. ഈ നിൽക്കുന്ന കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളും. ഇന്ന് നടന്നതിനെല്ലാം കാരണക്കാരൻ ഈ കുട്ടിയാണോ? ഈ വാക്കുകൾ കേട്ട് കുട്ടി ആ അമ്മയെയും അവരുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കി അവരെ കെട്ടിപ്പിടിച്ചു. ആ സ്ത്രീയുടെ ഉറച്ച വാക്കുകൾ കേട്ട് അക്രമികൾ സ്തബ്ധരായിപ്പോയി. അമ്മയും കുഞ്ഞുങ്ങളും ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് ആ അക്രമകാരികൾ തല താഴ്ത്തി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇനി അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.